എല്ലാ വാർത്തകളും എല്ലാ കണ്ണുകളും കൊല്ലം തേവലക്കരയിൽ തന്നെയാണ്. തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അകമ്പടിയിൽ കൊല്ലത്തേക്ക് തിരിച്ചു. അല്പസമയത്തിനകം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിഥുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശേഷം വിലാപയാത്രയായി സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. MLA കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ളവർ മോർച്ചറിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. മോർച്ചറിയുടെ മുമ്പിലാണ് പ്രജിത് മോഹൻ ഉള്ളത്. പ്രജിത്ത്, അല്പസമയത്തിനകം മിഥുന്റെ ചേതനയറ്റ ശരീരം അവൻ ഓടിക്കളിച്ച, അവൻ പഠിച്ച അവൻ്റെ സ്വന്തം വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ്റെ കൂട്ടുകാർക്ക് ഒരു നോക്ക് കാണാൻ, അവനെ പഠിപ്പിച്ച അധ്യാപകർക്ക് അവനെ ഒന്ന് കണ്ണീരണിഞ്ഞ് അവനെ ഒന്ന് തൊഴാൻ, അവന് മുമ്പിൽ ഒരു പൂവിട്ട് തൊഴാൻ. ഇതാ ചേതനയേറ്റ ശരീരം മോർച്ചറിയിൽ നിന്ന് ഇപ്പോൾ എടുക്കുമല്ലോ പ്രജിത് മോഹനൻ. അല്പസമയത്തിനുള്ളിൽ ഈ ഇതിൻ്റെ മൃതദേഹം ഈ വിലാപയാത്രയ്ക്കുള്ള ആംബുലൻസിൽ കയറ്റുന്നതിനായി ഇവിടുത്തെ ഈ മോർച്ചറിയുടെ ഫ്രീസർ റൂമിൽ നിന്ന് പുറത്തിറക്കും. അതിനു മുൻപിൽ MLA മാരുണ്ട്, മിഥുൻ്റെ ബന്ധുക്കളുണ്ട്, ഈ പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. ഒരു വശത്തായി പോലീസ് രണ്ട് വശത്തും നിന്ന് ഇതൊരു തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാൻ സുരക്ഷയും ഒരുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇനി മൃതദേഹം വിട്ടുകൊടുക്കുകയാണ്. അവസാനമായി ചിലർ ഉള്ളിലേക്ക് കയറി മിഥുനെ ഒരു നോക്ക് കാണുന്നുണ്ട്. ചില സാംസ്കാരിക പ്രവർത്തകരൊക്കെ അങ്ങനെ കയറി കാണുന്നുണ്ട്. അതിനുശേഷം മൃതദേഹം പുറത്തിറക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ പുറത്തിറക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറക്കി. നേരത്തെ മിഥുനെ അവസാനമായി ധരിപ്പിക്കാനുള്ള വസ്ത്രമൊക്കെ ഇവിടെ എത്തിച്ചിരുന്നു. ആ വസ്ത്രം ധരിപ്പിച്ചുള്ള ജോലികൾ മാത്രമാണ് അകത്ത് നടക്കുന്നത്. അതിനുശേഷം മൃതദേഹം പൂർണ്ണമായി തയ്യാറാക്കി പുറത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു നല്ല തിരക്ക് ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. അവസാനമായി മിഥുനെ ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടേക്ക് എത്തിയ ചിലരുണ്ട്. ഇനി ഈ വിലാപയാത്ര ആരംഭിക്കുന്നതിനുള്ള ആംബുലൻസും നമുക്ക് തൊട്ട് പിന്നിലായി തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ആംബുലൻസിൽ രണ്ട് വശങ്ങളിലും കാണാൻ കഴിയുന്ന രീതിയിൽ നിന്നും അകത്തേക്ക് നോക്കാൻ കഴിയുന്ന രീതിയിലാണ് ചില്ല് ഗ്ലാസ് കൊണ്ടുള്ള വശങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് റോഡ് വശങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരുക്കുന്നത്. വിലാപയാത്രയാണ്, 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂവെങ്കിലും അധികം എടുക്കുന്ന സമയം എത്രയെന്നുള്ളതിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. കാരണം എല്ലാ വഴികളിലും ആളുകൾ തരിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിൻ്റെ വേഗത കുറഞ്ഞു. കാരണം കാണാൻ നിൽക്കുന്നവർക്കെല്ലാം കാണാൻ അവസരം നൽകുമെന്നുള്ളതാണ് നേരത്തെ MLA പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിലാപയാത്ര അവിടേക്ക് എത്തുന്ന ഒരു സമയം നമുക്ക് കൃത്യതയില്ല. എന്തായാലും അത് ഇപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞിരിക്കുന്നു, 10:06 10:30 ഈ പറയുന്ന രീതിയിൽ അവിടെ പൊതുദർശനം ആരംഭിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനും ചെറിയ സാധ്യത കുറവുണ്ട്. സമയം കൂടുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തുന്നതിന്. അപ്പോൾ വിലാപയാത്ര അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഇവിടെ നിൽക്കുന്ന എല്ലാവരും കാത്തു നിൽക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന വിപിൻ്റെ ശരീരം ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ആ മുഖം ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് പലരും ഇവിടെ നിൽക്കുന്നത്. ഇവർക്കാർക്കും മിഥുനെ നേരിട്ട് പരിചയമുള്ളവർ ഇതിൽ കുറവാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം കുറച്ച് മിഥുൻ്റെ നാട്ടുകാരുണ്ട്, കുറച്ച് മിഥുൻ്റെ ബന്ധുക്കളുണ്ട്, ആ പ്രദേശത്തെ ചില രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കി ഈ ആശുപത്രിയിൽ വന്നവരോ, ആശുപത്രിയിൽ നിന്ന് ഇന്ന് മിഥുൻ്റെ മൃതദേഹം പുറത്തിറക്കുമെന്ന് അറിഞ്ഞു വന്നവരോ ഒക്കെയാണ്. അപ്പോൾ ഇവർക്കാർക്കും നേരിട്ട് മിഥുനെ പരിചയമുള്ളവരോ ഒന്നുമല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു വാർത്ത അറിഞ്ഞു വന്നവരുമുണ്ട്. കാരണം ആരും കേട്ടുകേൾവിയില്ലാത്ത ചില സംഭവങ്ങളിലൊന്നാണ് സ്കൂളിൻ്റെ സുരക്ഷിതത്വം കഴിഞ്ഞ് സന്തോഷത്തോടെ കഴിയുമെന്ന്, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാഭ്യാസം നേടി ആ ഒരു സുരക്ഷിത അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച്, അവിടെ ഒരു സുരക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് സ്കൂളിലേക്ക് അയച്ച കുട്ടി വൈദ്യുത പോസ്റ്റിൽ നിന്നുള്ള, അല്ലെങ്കിൽ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടറിഞ്ഞു വന്ന ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ഒരു വൈകാരിക തലത്തിലേക്ക് കേരളത്തിൻ്റെ മുഴുവൻ വികാരമായി മിഥുൻ മാറുന്നൊരു സാഹചര്യമുണ്ട്. എല്ലാവരുടെയും വീഴ്ചയായി മിഥുൻ്റെ മരണത്തെ കാണുന്നുണ്ട്. ഇപ്പോൾ അതിനൊരു ഇത്തരം സംവിധാനങ്ങൾ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് ഇത്തരം
പോരായ്മകൾ, പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കണമെന്നുള്ള പുതിയ ചർച്ചകൾക്ക് കൂടിയാണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് കൂടിയാണ്, ഗൗരവകരമായ ഒരു സെക്യൂരിറ്റി ഓഡിറ്റിലേക്ക് കടക്കുന്നതിൻ്റെ സാഹചര്യമൊക്കെ കൂടിയാണ് ഇത്തരത്തിൽ ഇതിൻ്റെ മരണം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ തങ്ങളുടെ സ്കൂളുകൾ പഠിക്കുന്ന സ്കൂളുകളെ പറ്റി പൊതുവിദ്യാലയങ്ങളെ പറ്റി ഈ രീതിയിലുള്ള ഉള്ളിൽ ഇപ്പോൾ കയറിയ മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരുപാട് വശങ്ങളുണ്ട് ഇപ്പോൾ ഈ ഇതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ. അതിൽ വീഴ്ചകൾ എന്നുള്ളത് തൽക്കാലം എല്ലാവരും മറക്കുകയാണ്. ഇനി അവസാനമായി എന്തായാലും ഈ മൃതദേഹം ഒന്ന് പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവരും ചേർന്ന് ലക്ഷ്യമിടുന്നത്. എന്തായാലും അതിന് പിന്നിൽ ഇപ്പോൾ മറ്റേതെങ്കിലും ചർച്ചകൾക്ക് ഇല്ല, അല്ലെങ്കിൽ സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഈ പൊതുദർശന ചടങ്ങുകൾ ഒരു 12:30 1 മണിയോടെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മിഥുൻ്റെ ദേഹം പുറത്തേക്ക് എത്തിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. മോർച്ചറിയുടെ ഫ്രീസർ റൂമിൻ്റെ വാതിലിപ്പോൾ തുറന്നിരിക്കുന്നു. ഭൗതികദേഹവുമായി അല്പസമയത്തിനകം ആളുകൾ പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. നേരത്തെ കുറച്ച് ജനപ്രതിനിധികളൊക്കെ അകത്തേക്ക് കയറിയിരുന്നു, അവർ പുറത്തേക്ക് വരുന്നുണ്ട്. അതെ, കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള ജനപ്രതിനിധികൾ മോർച്ചറിയിലേക്ക് എത്തിയിട്ടുണ്ട്. മോർച്ചറിയിൽ നിന്നും മിഥുൻ്റെ മൃതദേഹം അത് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ നിന്നും ഇനി മിഥുൻ പഠിച്ച തേവലക്കര സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. നിരവധി നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ തടിച്ചുകൂടിയ അന്തരീക്ഷത്തിൽ മിഥുൻ്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുന്നു. പ്രജിത് മോഹനൻ. അതെ, അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 10:10 മിഥുൻ്റെ ഭൗതികദേഹം, ചേതനയേറ്റ ശരീരം മോർച്ചറിക്ക് പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിൽ ജനപ്രതിനിധികൾ ചേർന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുമൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് മിഥുൻ്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ, CPM-ൻ്റെ, BJP-യുടെ അങ്ങനെ എല്ലാവിധമായ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകളും പ്രതിനിധികളുമൊക്കെ ഈ കൂട്ടത്തിൽ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു നാടൊന്നായി ഒരു പ്രായശ്ചിത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാടൊന്നായി അവൻ്റെ അവസ്ഥയ്ക്ക് ഒരുക്കങ്ങൾ കൂട്ടുന്ന, അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ. വളരെ ചെറിയ സ്പേസിലൂടെയാണ് ഇപ്പോൾ ഈ ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വലിയ തിരക്ക് ഇവിടെയുണ്ട്. എല്ലാവരും ഒന്ന് എത്തി നോക്കുന്നത്, ആ മുഖം ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പലരും കാണാൻ കഴിയാത്തത്. കാരണം ഈ തിരക്ക് കാരണം മിഥുൻ്റെ മുഖമൊന്ന് കാണാൻ കഴിയാതെ പോയവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും ഈ ആംബുലൻസിൽ കയറ്റി അദ്ദേഹം കുറച്ചു നേരം ഒരുപക്ഷെ ആശുപത്രിയിൽ വെച്ചിരിക്കാനോ അല്ലെങ്കിൽ വിലാപയാത്രയുടെ ആരംഭിക്കാനുള്ള സാധ്യതയാണ്. എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി ഘട്ടത്തിൽ അറിയില്ല. വിലാപയാത്രയിൽ കൊണ്ടുപോകണം, 10:30 ആരംഭിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് പോകുന്നത്. ആദ്യം ആ ആംബുലൻസിൽ കയറ്റിയ ശേഷം എല്ലാവർക്കും ഒരുപക്ഷെ കാണാനുള്ളൊരവസരം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആംബുലൻസിനുള്ളിലേക്ക് ഇതിൻ്റെ ദേഹം, ആ ചേതനയേറ്റ ശരീരം കയറ്റുകയാണ്. ചുറ്റും ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഇപ്പോൾ ആംബുലൻസിനുള്ളിലേക്ക് കയറിയിട്ട് വലിയ തിരക്കുണ്ട് അവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ ആംബുലൻസിനുള്ളിൽ കയറ്റി, ഒപ്പം ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആംബുലൻസിനുള്ളിൽ കയറുന്നുണ്ട്. ആംബുലൻസിൻ്റെ വാതിൽ അടയ്ക്കുകയാണ് തിരക്കുള്ളത് കൊണ്ട്. ഇതിൻ്റെ ഭൗതികദേഹം കാണാൻ കഴിയാത്തതിൽ ചിലർ പരാതി അവിടെ പറയുന്നുണ്ട്. കാരണം എല്ലാവരും കാത്തുനിന്നത് ഇതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് സാധിക്കാത്തതിൽ ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതാ ആംബുലൻസിനുള്ളിലേക്ക് ഭൗതികദേഹം കയറ്റിയിരിക്കുന്നു. ആംബുലൻസ് കുറച്ച് മുന്നിലേക്ക് മാറ്റി എല്ലാവർക്കും ഈ ഭൗതികദേഹം കാണാനുള്ളൊരു അവസരം നൽകുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആ വീട്ടിൽ, സ്കൂളിൽ
അവിടെ എല്ലാം ആളുകൾ കാത്തു നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ ഈ മോർച്ചറിക്ക് മുന്നിലും ഇത്രയധികം ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്നു. അവർക്ക് മിഥുനെ ഒരു നോക്ക് കാണണം, മിഥുൻ്റെ ആ മുഖം ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് എന്ന് കരുതി വന്നിരിക്കുന്ന ആളുകളാണ്. കാരണം ഇത്തരമൊരു സംഭവം അവർ ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സംവിധാനത്തിൻ്റെ ഒരു എല്ലാവരുടെയുമായ ഒരു വീഴ്ച എന്ന രീതിയിൽ കണക്ക് കൂട്ടുന്ന ഒരു സംഭവത്തിൻ്റെ ഒടുവിൽ ആ കുട്ടിയുടെ മുഖമൊന്ന് കാണാൻ കഴിയുമോ എന്നുള്ള ഇതിലാണ് ഈ പറയുന്ന ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസ് കുറച്ച് മുന്നിലേക്ക് മാറ്റി നിർത്തി അല്പസമയം ആംബുലൻസ് ഒരു പക്ഷേ ഇട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത്രയും ആളുകളിങ്ങനെ അടിച്ചുകൂടി അവരെല്ലാവരും മിഥുനെ കാണാൻ കഴിയുമോ, ഇതിൻ്റെ മുഖം കാണാൻ കഴിയുമോ എന്ന് ഒറ്റ ഇതിലാണ്, അല്ലെങ്കിൽ ഒറ്റ പ്രതീക്ഷയിലാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ആംബുലൻസ് പോകുന്ന വഴിയിലെല്ലാം ആൾക്കൂട്ടമുണ്ട്, ആളുകൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോഴിതാ ഈ താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസിൽ പ്രതിനിധികളൊക്കെ ഉണ്ട്, ഇതിൻ്റെ ബന്ധുക്കൾ ചിലരുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ മൃതദേഹം കാണുന്നതിനുള്ള ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇല്ലായിരുന്നു. പക്ഷെ ആ വിലാപയാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതാണ്. എന്തായാലും നിരവധി ആശുപത്രിയിൽ വെച്ച് തന്നെ മൃതദേഹം കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ മൃതദേഹം വീണ്ടും ഒന്ന് ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. കാരണം കാണാൻ ഒരുപാട് പേർ കാത്തു നിൽപ്പുണ്ട്. അവർക്കെല്ലാവർക്കും കാണാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം ആളുകൾ ഇവിടെ അടിച്ചു കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയധികം ആളുകളാണ് മിഥുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ സംഭവിക്കാത്തതുപോലെ ആ മൃതദേഹം ആംബുലൻസിൽ കയറ്റിയ മൃതദേഹം ഒന്ന് ആംബുലൻസിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വെച്ചിരിക്കുന്നു. ഇത്രയും ആളുകൾ നിൽപ്പുണ്ട്. അവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതിനെ ഒന്ന് നേരിൽ കാണാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു ആഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം നൽകുന്നതിന് വേണ്ടിയാണ്. നിരവധി അമ്മമാരാണ്, ഒരുപക്ഷെ മിഥുനെ നേരി കണ്ടിട്ടില്ലാത്ത, മിഥുനെ അറിയാത്ത, മിഥുൻ ആരെന്ന് പോലും അറിയാത്ത നിരവധി അമ്മമാർ, ഈ വാർത്ത കേട്ട് തകർന്നു പോയവർ, ഉള്ളുലഞ്ഞ് കരയുന്നവർ എല്ലാം സ്വന്തം മകനെന്ന ആ ഒരു വികാരത്തോടു കൂടി മിഥുനെ ഒരു നോക്ക് കാണാൻ ആശുപത്രിയിൽ, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആ മൃതദേഹം വീണ്ടും ആംബുലൻസ് ഇപ്പോൾ പുറപ്പെടാൻ തുടങ്ങിയതാണ്. പക്ഷേ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്ന മൃതദേഹം ആ നാട്ടിൽ തടിച്ചുകൂടിയവർക്ക് കാണുന്നതിന് വേണ്ടി വീണ്ടും ആംബുലൻസിൻ്റെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. കാണുന്നവർ എല്ലാം വിങ്ങിപ്പൊട്ടുകയാണ്. എത്രയോ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കാൻ പോയ മകൻ കളിക്കുന്നതിനിടെ തൻ്റെ ചെരുപ്പ് സ്കൂളിൻ്റെ മുകളിൽ പോയതെടുക്കാൻ വേണ്ടി കയറിയ വഴി ആ സ്കൂളിനോട് തൊട്ടുരുമ്മിപ്പോയ വൈദ്യുതി കമ്പിയിൽ തട്ടി മരണപ്പെടുന്ന ദാരുണമായ സംഭവം. ഒരിക്കലും എങ്ങും ഇനിയും നടന്നുകൂടാൻ പാടില്ലാത്ത സംഭവം, അത് ആവർത്തിക്കാൻ പാടില്ല. പക്ഷേ ഈ സംഭവം നടന്നതിൻ്റെ പേരിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുകയും വേണം. ഇപ്പോൾ എന്തായാലും മിഥുൻ്റെ ചേതനയറ്റ ശരീരം കാണാൻ, മൃതദേഹം കാണാൻ നിരവധി ആളുകൾ കണ്ട് മടങ്ങുന്നു. അവരുടെ മുഖത്തെല്ലാം ഉണ്ട് ആ സങ്കടമുണ്ട്, ആ വിങ്ങിപ്പൊട്ടലുകൾ ഉണ്ട്. ഇനി എങ്ങനെയായിരിക്കും മിഥുനെ ആ സ്കൂളിലേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം, അത് പറയുക വയ്യ. താലൂക്ക് ആശുപത്രിയിൽ പുറപ്പെടാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നിരവധി അച്ഛന്മാർ, അമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, മിഥുനെ അറിയുക പോലും ചെയ്യാത്ത, ദൂരെ നിന്ന് പോലും വന്ന നിരവധി ആളുകൾ, സാധാരണക്കാർ, ജനപ്രതിനിധികൾ, അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത ആബാലവൃദ്ധം ആളുകൾ അവൻ്റെ പേരിൽ വിങ്ങിപ്പൊട്ടുകയാണ്, തേങ്ങുകയാണ്, കരയുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞ ജീവൻ. മകനെ മാപ്പ്.
പ്രജിത് മോഹനൻ, നിരവധി ആളുകൾ മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഇവിടെ നിന്നും ഈ ആംബുലൻസ് മിഥുനെ വഹിച്ചുകൊണ്ട് അവൻ്റെ സ്കൂളിലേക്ക്, അവൻ്റെ കളിമുറ്റത്തേക്ക്, അവൻ്റെ വിദ്യാലയത്തിലേക്ക് പുറപ്പെടും. അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് ഇപ്പോഴും തന്നെ 10:20 10:30 പ്രദർശനം ആരംഭിക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ കണക്കുകൂട്ടി അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച പദ്ധതി എന്നുള്ളത്. അപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുന്നു. 10:30 ശേഷം മാത്രമേ അല്ലെങ്കിൽ ഒരു 5 കൂടി എടുത്തതിന് ശേഷം മാത്രമേ എന്തായാലും ഇത് എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇതാണ് സ്ഥിതിയെങ്കിൽ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ജംഗ്ഷനുകളിൽ ആളുകൾ ആശ്രയിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ രീതിയിൽ സമയം ഇനിയും വൈകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പൊതുദർശനം തുടങ്ങുന്നത് വൈകും. പൊതുദർശനം തുടങ്ങുമ്പോഴും അവിടെ എത്തുന്ന എല്ലാവർക്കും ഇതിനെ കാണാൻ അവസരം ഒരുക്കും എന്നുള്ളതാണ് നേരത്തെ MLA പറഞ്ഞത്. അപ്പോൾ MLA പറഞ്ഞ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ 2 സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളെത്തും, അവിടുത്തെ പ്രാദേശിക ആളുകളെത്തും. അതോടൊപ്പം തന്നെ ഇതിന്റെ വീട്ടിലേക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ അവിടെ ആ തിരക്കിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ ഇവിടെ സ്കൂളിൽ വെച്ചും ഇതിനെ കണ്ടു മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവരൊക്കെ അവിടേക്ക് എത്തും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആളുകൾ സ്കൂളുകളിൽ പൊതുദർശന ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ആ പൊതുദർശന ചടങ്ങുകൾ അപ്പോൾ നേരത്തെ നിശ്ചയിച്ച സമയത്തിനേക്കാളും കൂടുതൽ നേരം നീണ്ടു പോകാനും സാധ്യതയുണ്ട്. എന്തായാലും പക്ഷേ അമ്മ എത്തുന്നതിനനുസരിച്ച് ആ കുട്ടിയുടെ ഭൗതികദേഹം അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ആ അമ്മയുടെ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതുണ്ട്. കാരണം അമ്മ ഈ പറയുന്ന കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് വിദേശത്ത് ജോലിക്ക് പോയത്. ടീച്ചർ ജോലി എടുത്തെങ്കിലും കുട്ടികൾക്ക് നല്ലൊരു ഭാവി നൽകാൻ പോയതാണ്. ആ അമ്മ അറിയുന്നത് സ്വന്തം മകൻ ഒരു സാഹചര്യത്തിൽപ്പെട്ട് മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഇതുവരെയും ആ മുഖമൊന്ന് കാണാൻ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിലാപയാത്ര കഴിഞ്ഞ ഈ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ ആ അമ്മയ്ക്കും ഈ മകന്റെ മുഖം കാണാനുള്ളൊരു ചെറുനേറ്റം കാണാനുള്ള ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ വിലാപയാത്രയാണെങ്കിലും അതോടൊപ്പം തന്നെ അതെ, താലൂക്ക് ആശുപത്രിയിൽ എത്തിയവർ എല്ലാം ഒരു പരിധിവരെ ആളുകൾ മിഥുൻ്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇനിയും കാത്തു നിൽക്കാനാവില്ല. അതുകൊണ്ട് ആംബുലൻസ് പുറപ്പെടുകയാണ്. വീണ്ടും മിഥുൻ്റെ മൃതദേഹം ഉള്ളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉടൻ തന്നെ ഈ ആംബുലൻസ് പുറപ്പെടും. മിഥുൻ പഠിച്ച തേവലക്കര സ്കൂളിൽ, അവൻ്റെ മരണം നടന്ന തേവലക്കര ഗവൺമെൻറ് സ്കൂളിലേക്ക് തന്നെ, അവൻ പഠിച്ച സ്കൂളിലേക്ക് തന്നെ ആംബുലൻസ് അധികം വൈകാതെ എത്തും. നിരവധി ആളുകൾ ആംബുലൻസിനും അകമ്പടിയായി പോകുന്നുണ്ട്. കാൽനടയായും വാഹനങ്ങളിലുമൊക്കെ ആംബുലൻസിനൊപ്പം നാട്ടുകാരും ബന്ധുജനങ്ങളും കേട്ടറിഞ്ഞവരും ജനപ്രതിനിധികളുമൊക്കെ വിലാപയാത്രയായി കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മിഥുൻ പഠിച്ച തേവൽക്കര സ്കൂളിലും വലിയ ജനാവലിയാണ് ചേതനയറ്റ മിഥുനെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നത്. അവനെ പഠിപ്പിച്ച അധ്യാപകർ, അവനെ അറിയുന്നവർ, അവനൊപ്പം ഫുട്ബോൾ കളിച്ച് കൂട്ടുകാരായി നടന്നവർ, കൂടെ പഠിച്ചവർ, ക്ലാസ്സിലുള്ളവർ, മുതിർന്നവർ, അവൻ്റെ താഴെ ക്ലാസ്സിലുള്ളവർ, അവൻ്റെ സഹോദരൻ്റെ കൂട്ടുകാർ, അങ്ങനെ എത്രയോ ആളുകൾ. മിഥുൻ്റെ മരണത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു നാടൊന്നാകെ തേവലക്കര സ്കൂളിലുണ്ട്. സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ, അതുപോലെ തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തെ MP കൊടിക്കുന്ന് സുരേഷ് അടക്കമുള്ള ജനപ്രതിനിധികളും ഈ ആംബുലൻസിൽ ഉണ്ട്. അതുകൂടാതെ നിരവധി ആളുകൾ, നിരവധി ജനപ്രതിനിധികൾ മോർച്ചറിയിലും സ്കൂളിലും വീട്ടിലുമൊക്കെയായി മിഥുൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ആ വീടുകളിലും ആ നാട്ടിലുമൊക്കെ കൂടെയുണ്ട്. പ്രജിത് മോഹനൻ, കൊച്ചുകുട്ടികൾ വരെ ഈ മിഥുനെ കാണാനായി എത്തുന്നു. കൈക്കുഞ്ഞുമായി എത്തുന്ന അമ്മമാർ, അച്ഛന്മാർ, ആശുപത്രി ജീവനക്കാർ, അങ്ങനെ ആംബുലൻസ് പുറപ്പെടാൻ തുടങ്ങുമ്പോഴും എത്രയോ ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്.
പ്രജിത് മോഹനൻ. ഇവിടുത്തെ ഈ പറയുന്ന രീതിയിൽ കാണാനുള്ള അവസരം അവസാനിച്ചിരിക്കുന്നു. വീണ്ടും മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി ആംബുലൻസിൻ്റെ വാതിലുകൾ അടച്ചിരിക്കുന്നു. ഇനി പൊതുദർശനം ചടങ്ങ് നടക്കുന്ന സ്കൂളിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ വാഹനത്തിനകത്തുള്ള കൃത്യമായ ഒരു സമയക്രമം പാലിച്ചുകൊണ്ടുള്ള യാത്രയല്ല ഇതെന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും. എന്തായാലും ആഗ്രഹിക്കുന്നു അവിടേക്ക് അവസരം നൽകുമെന്നുള്ളതാണ് വാഹനത്തിനകത്തുള്ള ജനപ്രതിനിധികൾ പറയുന്നത്. ഒരു പക്ഷേ ഇത്രയും സമയം വൈകുന്ന ഒരു സാഹചര്യം പരിഗണിച്ച് ഒരിക്കലും നിർത്തില്ല എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അത് ഈ ആശുപത്രി പരിസരത്ത് നിന്ന് പോവുകയാണ്. ആശുപത്രി പരിസരത്ത് നിന്നുള്ള ആംബുലൻസ് മുന്നോട്ട് പോകുന്നു. അല്പസമയത്തുള്ളിൽ ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് പിന്നീട് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണ്. എംപിമാരുടെയും വാഹനങ്ങൾ ഈ രീതിയിൽ ആശുപത്രിയിലേക്ക് ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. വിലാപയാത്രയായി നിരവധി ആളുകളും ആംബുലൻസിനൊപ്പമുണ്ട്. നമുക്കിനിയും സ്കൂളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആംബുലൻസ് എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾ മതിയാകും.